ഇന്ന് നമുക്ക് കുറച്ച് സെന്റൻസുകൾ ഉണ്ടാക്കി പഠിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ന്യൂ ഇയറിലെ ഫസ്റ്റ് വീഡിയോയാണ്, പുതുവർഷത്തിലെ പുതുപുത്തൻ വീഡിയോയാണ് ഇന്ന്. അപ്പൊ നമുക്ക് ഇന്ന് സെന്റൻസുകൾ ഉണ്ടാക്കി പഠിക്കാം. അപ്പൊ നമ്മളൊക്കെ പറയും, ഞാൻ ഇതൊക്കെ ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ ഇത് ആർക്കു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് പറയും. അപ്പൊ ഇതെന്താണ് നമുക്ക് പറയേണ്ടത്? ഞാൻ ഇതൊക്കെ ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് എങ്ങനെ പറയും? ആർക്കു വേണ്ടിയാണ് എന്ന് എങ്ങനെ പറയുക? ഫോർ ഹൂം എന്നാണ് നമുക്ക് പറയേണ്ടത് അല്ലെ. അപ്പൊ നിങ്ങൾ ഫോർ ഹൂം ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ സെന്റൻസ് വന്നിട്ടുണ്ടാകും. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു പഴയ ഇംഗ്ലീഷാണ്. നമുക്കത് ന്യൂ ഇയറിൽ നമുക്കതിനെ ഒന്ന് സെന്റൻസിനെ ഒന്ന് മാറ്റി പിടിക്കാം അല്ലെ. അപ്പൊ ഞാൻ പറയുകയാണ്, ഞാൻ ഇതൊക്കെ ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ പറയാം? നിങ്ങൾ ഇതിന്റെ സ്ട്രക്ചർ ശ്രദ്ധിച്ചാൽ മാത്രം മതി. എങ്ങനെയാ? ഹൂം അല്ല കേട്ടോ, നമ്മൾ ഫോർ ഹൂം എന്നാണ് ആർക്ക് വേണ്ടി എന്ന് പഠിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനെ, ഞാൻ പറഞ്ഞില്ല, അത് പഴയൊരു ഇംഗ്ലീഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. നമ്മളിപ്പോ ഇങ്ങനെ നമുക്ക് പറയാം, ഹൂ ആം ഐ ഡൂയിങ് ഓൾ ദിസ് ഫോർ. ആർക്കു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? നമ്മളിങ്ങനെ പറയില്ലേ, ആർക്കു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെ പറയുക, ഹൂ ആം ഐ ഡൂയിങ് ഓൾ ദിസ് ഫോർ. ഓൾ ദിസ് എന്ന് പറഞ്ഞാൽ ഇതല്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾ ദിസ് ചേർക്കുന്നത്. നമ്മൾ എങ്ങനെയാ പറഞ്ഞ, ആദ്യം നമ്മൾ ഹൂ കൊടുത്തു, പിന്നെ ആം, പിന്നെ സബ്ജക്റ്റ് ഐ, ഡൂയിങ് വെർബ്, ഓൾ ദിസ് ഫോർ നമ്മൾ കൊടുക്കാൻ മറന്നു പോകല്, അല്ലെങ്കിൽ സെന്റൻസ് തെറ്റിപ്പോകും. ഹൂ ആം ഐ ഡൂയിങ് ഓൾ ദിസ് ഫോർ. ആർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? ഇനി നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പറയും അല്ലെ, ആർക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത്. അത് നിങ്ങളപ്പോ ഇത് നമ്മൾ ടെൻസ് ഒന്ന് മാറ്റി പിടിച്ചാൽ മാത്രം മതിയല്ലോ. നിങ്ങൾ തന്നെ ഒന്ന് പറയൂ, ആർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്? ഹൂ ഡിഡ്. നമ്മൾ മുകളിൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് ആം ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഹൂ ഡിഡ് ഐ ഡു ഓൾ ദിസ് ഫോർ അല്ലെ. ഹൂ ഡിഡ് ഐ ഡു ഓൾ ദിസ് ഫോർ. ആർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്? ആർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? ഹൂ ആം ഐ ഡൂയിങ് ഓൾ ദിസ് ഫോർ. ആർക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്? ഹൂ ഡിഡ് ഐ ഡു ഓൾ ദിസ് ഫോർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്ട്രക്ചർ മനസ്സിലായല്ലോ. ആർക്കു വേണ്ടിയാണ് എന്ന് നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫോർ ഹൂം എന്നുണ്ട്, അത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ തന്നെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാവുള്ളൂ എന്നൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞത് എങ്ങനെയാണ്? ആർക്കു വേണ്ടിയാണ് നിങ്ങൾക്ക് സംസാരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ഹൂ കൊടുക്കുക. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ടെൻസിനനുസരിച്ചിട്ടുള്ള ഓക്സിലറി കൊടുക്കുക, സബ്ജക്റ്റ്, വേർബ്, പിന്നെ ഫോർ ചേർക്കാൻ മറന്നു പോകല്. എന്താണ്? ഹൂ കൊടുക്കുക, ഓക്സിലറി കൊടുക്കുക, സബ്ജക്റ്റ്, വേർബ്, ഫോർ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, ആർക്കു വേണ്ടിയാണ് നീ ഇത് വാങ്ങിക്കുന്നത്? എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ആർക്കു വേണ്ടിയാണ് നീ ഇത് വാങ്ങിക്കുന്നത്? ആർക്കു വേണ്ടിയാണ് ഇത് വാങ്ങിക്കുന്നത്? ഹൂ ഓക്സിലറി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൂ ആർ സബ്ജക്റ്റ് യു, വേർബ് ബൈയിങ്, ഫോർ. ഹൂ ആർ യു ബൈയിങ് ഫോർ? ആർ യു ബൈയിങ് ഫോർ എന്ന് പറയണം. ഹൂ ആർ യു ബൈയിങ് ഫോർ? ആർക്ക് വേണ്ടിയാണ് നീ ഇത് വാങ്ങിക്കുന്നത്? ഇനി നമ്മൾ പറയാണ് എങ്കിൽ, ആർക്ക് വേണ്ടിയാണ് നീ ഇത് വാങ്ങിച്ചത്? നമ്മളിപ്പം വീട്ടിൽ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളോട് ചോദിക്കണം, ആർക്ക് വേണ്ടിയാണ് ഇത് വാങ്ങിച്ചത്? വാങ്ങിച്ചു കഴിഞ്ഞേ അപ്പൊ നിങ്ങൾ തന്നെ പറയൂ, ഹൂ കൊടുത്തു, ഓക്സിലറി, സബ്ജക്റ്റ്, വേർബ്. അപ്പൊ എങ്ങനെയായി നിങ്ങൾക്ക്? പിന്നെ ഫോർ. ഓക്കെ, ഹൂ ഡിഡ് യു ബൈ ഇത് ദിസ് ഫോർ? ഹൂ ഡിഡ് യു ബൈ ദിസ് ഫോർ? ആർക്ക് വേണ്ടിയാണ് ഇത് വാങ്ങിച്ചത്? ഹൂ ഡിഡ് യു ബൈ ദിസ് ഫോർ? ഇനി നമുക്ക് വേറെ ചോദിക്കാം, ആർക്ക് വേണ്ടിയാണ് നീ സംസാരിക്കുന്നത്? നീ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് നമ്മൾ ചോദിക്കുക അല്ലെ. അപ്പൊ നിങ്ങൾ തന്നെ പറയൂ, ഹൂ ആർ യു സ്പീക്കിംഗ് ഫോർ? ഹു ആർ യു സ്പീക്കിംഗ് ഫോർ? ആർക്കു വേണ്ടിയാണ് നീ ഇപ്പൊ സംസാരിക്കുന്നത്? ഹു ആർ യു സ്പീക്കിംഗ് ഫോർ?
ഫോർ ചേർക്കേണ്ട കാര്യം നിങ്ങൾ മറന്നു പോകല്ല. ഹൂ ആർ യു സ്പീക്കിംഗ് ഫോർ? ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇനി നമുക്ക് വേറെ ചോദിക്കാം, ആർക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുകയായിരുന്നു എന്നായിരുന്നെങ്കിലോ? ആർക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുകയായിരുന്നു? ഹൂ വാസ് യു സ്പീക്കിംഗ് ഫോർ? ഹൂ വാസ് സംസാരിക്കുകയായിരുന്നു, വാസ് യു സ്പീക്കിംഗ് ഫോർ? അപ്പൊ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നീ ആർക്ക് വേണ്ടിയാ ഇവിടെ വന്നത്? ആർക്ക് വേണ്ടിയാ നീ ഇവിടെ വന്നത്? ഹൂ വന്നു കഴിഞ്ഞു. ഡിഡ് യു കം ഹിയർ ഫോർ? ഹൂ ഡിഡ് യു കം ഹിയർ ഫോർ? ആർക്ക് വേണ്ടിയാണ് നീ ഇവിടെ വന്നത്? ഹൂ ഡിഡ് യു കം ഹിയർ ഫോർ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഓർത്തിരിക്കുക. ആർക്കു വേണ്ടിയാണ് നമുക്ക് ചോദിക്കേണ്ടി വന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചോദിക്കേണ്ടത്? ഹൂ, ഓക്സിലറി, സബ്ജക്റ്റ്, വേർബ്, ഫോർ. ഇത് ചേർക്കുക. ഈ ഫോർ ചേർക്കുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഈ ക്ലാസ് കേട്ട പാടെ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയുന്നവരാണ് എങ്കിൽ എന്നോട് ചോദിക്കും, ഇത് ഫോർ ഹൂം വെച്ച് ചോദിക്കത്തില്ലേ? ചോദിക്കാട്ടോ, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഇതൊരു കുറച്ചുകൂടി നല്ലൊരു അഡ്വാൻസ് ഇംഗ്ലീഷ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അല്ലെങ്കിൽ മറ്റതൊരു പഴയ ഇംഗ്ലീഷ് ആയി പോയി, ഫോർ ഹൂം എന്ന് ചേർത്തുനിന്ന് നമുക്ക് അങ്ങനെയും മനസ്സിലാക്കാൻ പറ്റും. ഏത് രീതിയിൽ വേണമെങ്കിലും സംസാരിക്കാം. അപ്പോൾ എനിവേ നിങ്ങൾ എന്താണെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ് നീ സംസാരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് നീ പോകുന്നത്? ആർക്ക് വേണ്ടിയാണ് നീ ഇത് വാങ്ങിക്കുന്നത്? എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ നമുക്ക് ഹൂ, ഓക്സിലറി, സബ്ജക്റ്റ്, വേർബ്, ഫോർ കൊടുത്താൽ സെന്റൻസ് ആകും. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ജനുവരി 6 തുടങ്ങുന്ന ക്ലാസ്സുകളിലോട്ട് ജോയിൻ ആകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ എപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട്, നമ്മൾ സ്ത്രീകൾക്ക് സെപ്പറേറ്റഡ് ബാച്ചാണ് എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും പുതുപുത്തൻ ദിവസങ്ങൾ അല്ലേ? ഇനി എല്ലാം പുതിയ പുതിയ ദിവസങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്യാൻ മറന്നുപോയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനിയും ചെയ്യാനുള്ള സമയമൊക്കെ നമുക്കുണ്ട്. കഴിഞ്ഞതൊക്കെ മറന്നു പോവുക. പുതുവർഷത്തിലെ പുതിയ ചിന്തകളുമായിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.